നീറ്റ് രണ്ടാമത് കണ്ടക്ട് ചെയ്യുമ്പോഴേ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ, അതായത് ഈ നീറ്റ് പോലത്തെ ഈ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാത്ത ആൾക്കാർ പറയും, അയ്യോ ഇത് സാധാരണ ഒരു എക്സാം അല്ലേ, ഇത് എന്തായാലും കുറച്ച് ഫ്രണ്ടിലേക്കല്ലേ പുഷ് ചെയ്തത്, അപ്പോൾ നല്ലതല്ലേ പഠിക്കാൻ എന്നാണ്. ശരിക്കും ഇവർക്ക് അറിയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് പാരലലി കൊണ്ടുപോകുന്നവനാണ് ശരിക്കും പറഞ്ഞാൽ വിജയിക്കുക. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് പഠിക്കുന്നു, അതായത് ഇപ്പോൾ ഫിസിക്സിൻ്റെ പോർഷൻ ഇങ്ങനെ പഠിക്കുന്നു, ഫിസിക്സ് ഫുള്ള് ഫിനിഷ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ബയോ സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചു. ബയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫിസിക്സിലെ സ്റ്റാർട്ടിങ് പഠിച്ചൊക്കെ മറന്നു. അപ്പോൾ ഈ പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇത് പാരലലി 3 ഇങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നീറ്റ് ഫസ്റ്റ് എക്സാം എഴുതിയ സമയത്ത് ഈ പിള്ളേരൊക്കെ ഇതിങ്ങനെ പാരലലി കൊണ്ടുവന്ന് ആ നീറ്റിൻ്റെ ദിവസമാകുമ്പോൾ കൊണ്ടുപോയി എൻഡ് ചെയ്യും. അങ്ങനെ ആ എൻഡിങ്ങിലാണ് മാക്സിമം സ്കോർ ചെയ്യുക. ഓക്കെ, അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടായിട്ടാണ് ഈ പിള്ളേർ സ്കോർ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി കേട്ടോ. വേറെ ഭയങ്കര ബുദ്ധിമാന്മാരൊക്കെ ഉണ്ടാവും, അതായത് ഒറ്റ തവണയൊക്കെ പഠിച്ചിട്ട് എല്ലാം ഓർത്ത് വയ്ക്കുന്നത്, അങ്ങനത്തെ പിള്ളേരുണ്ട് കേട്ടോ, ഭീകര ബുദ്ധിയുള്ള. പക്ഷെ ഞാൻ പറഞ്ഞ സാധാരണക്കാരുടെ പിള്ളേരാണ്, സാധാരണ പിള്ളേരുടെ കേസാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാനൊക്കെ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി ഇത് രണ്ടാമത് ചെയ്യേണ്ട കഷ്ടപ്പാട് ആലോചിക്കുമ്പോഴാണ് അത് ബ്രോ ഇറ്റ്സ് നോട്ട് ഈസി. ഇത്രയും സബ്ജക്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എൻഡ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പിള്ളേർ ഇത്രയും എന്താ പറയുക സങ്കടപ്പെട്ടിരിക്കുന്നത് ഈ നീറ്റ് 1 പേപ്പർ ചോർന്നുകൊണ്ട്.